കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ ആ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 20ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് എ 9-digit number where exchanging any 2-digit result in a bigger number. How many such numbers exist? അതായത് നമ്മളൊരു 9-digit നമ്പർ എഴുതുക, ദെൻ അതിലെ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബിഗർ നമ്പർ കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റും നോക്കാം. ഞാനിവിടെ ഒരു 9-digit നമ്പർ എഴുതി. 1 2 3 4 5 6 7 8 9 ഇത് ഞാൻ എഴുതിയ ഒരു 9-digit നമ്പർ. ഓക്കെ, ഇനി ഞാൻ ഇതിലെ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുവാണ്. ആദ്യം നമുക്ക് ഈ 1നെയും 2നെയും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതാം. അതായത് 2 ആദ്യം എഴുതി, 1 സെക്കൻഡ് എഴുതി, ദെൻ 3 4 5 6 7 8 9. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ എഴുതിയ നമ്പറിനേക്കാളും ബിഗർ നമ്പർ ആണല്ലോ ഇപ്പൊ കിട്ടിയത്. ദെൻ വീണ്ടും നമ്മൾ അടുത്ത നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. 4ഉം 5ഉം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 2 3 5 4 6 7 8 9. അപ്പോൾ ഈ ഫസ്റ്റ് എഴുതിയ നമ്പറിനേക്കാളും വലിയ നമ്പറാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നമുക്ക് ഏത് നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാം? അവർക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ 3ഉം 6ഉം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും നമ്പർ? 1 3 6 4 5 3 7 8 9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതിയ ഈ നമ്പറിനേക്കാളും വലിയ നമ്പർ ആണല്ലോ നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? വലിയ നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്പർ വെയർ എക്സ്ചേഞ്ചിങ് എനി 2-digit റിസൾട്ട് ഇൻ എ ബിഗർ നമ്പർ. അതായത് എനി 2-digit നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ബിഗർ നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ദ നമ്പർ വെയർ എക്സ്ചേഞ്ചിങ് എനി 2-digit റിസൾട്ട് എ ബിഗർ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Strike out 10-digit from the number 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 then 1 2 3 4 5 so that the remaining number is as large as possible. അതായത് ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിൽ നമ്മൾ എത്ര നമ്പേഴ്സ് സ്ട്രൈക്ക് ചെയ്യണം? 10 നമ്പേഴ്സ് നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ കിട്ടുന്ന ലാർജ് നമ്പർ ഏതാണ്? അപ്പോൾ നമുക്ക് 10 നമ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലാർജ് നമ്പർ കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ലാർജ് നമ്പർ കിട്ടണമെങ്കിൽ ഏത് നമ്പർ സ്റ്റാർട്ട് ചെയ്താലായിരിക്കും നമുക്കൊരു ലാർജ് നമ്പർ കിട്ടുന്നത്? ഇവിടെ 1 2 3 4 5 ഇത്രയും നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ വലിയ നമ്പർ കിട്ടണമെങ്കിൽ ഏത് നമ്പർ സ്റ്റാർട്ട് ചെയ്യണം? 5. ഓക്കെ അല്ലേ? അപ്പോൾ 5 ആയിരിക്കണം ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് നമ്പർ. അപ്പോൾ നമുക്ക് 5 സ്ട്രൈക്ക് ചെയ്യാതെ ബാക്കി ഏതൊക്കെ നമ്പേഴ്സ് സ്ട്രൈക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 20 ഡിജിറ്റ് ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു 20. നമ്പർ ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു 20. അപ്പോൾ 10 ഡിജിറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനകത്ത് എത്ര ഡിജിറ്റ് വേണം? 10 ഡിജിറ്റ് വേണം. അപ്പോൾ 10 ഡിജിറ്റ് ഉള്ള ഒരു ഗ്രേറ്റസ്റ്റ് നമ്പറാണ് നമ്മൾ ഫോം ചെയ്യാനുള്ളത്. അതിനകത്ത് എത്ര നമ്പേഴ്സ് കട്ട് ചെയ്യണം? 10 നമ്പേഴ്സ് ആണ് സ്ട്രൈക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ ഒരു ലാർജർ നമ്പർ ആയിരിക്കണം വരാനും ഉള്ളത്. അപ്പോൾ ലാർജർ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എന്തിലായിരിക്കും? ഇവിടെ 5ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലാർജർ നമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 5 ഒഴികെയുള്ള നമ്പേഴ്സ് കട്ട് ചെയ്യാം അല്ലേ? ഞാനിവിടെ 1 2 3 4 5 കട്ട് ചെയ്യുന്നില്ല. ദെൻ 1 2 3 4. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ആയി? 8 നമ്പേഴ്സ് കട്ട് ചെയ്തു. ഇനി 2 എണ്ണം കൂടെ 1 2. അപ്പോൾ ടോട്ടല് നമ്മൾ എന്ത് ചെയ്തു? 10 നമ്പേഴ്സ് സ്ട്രൈക്ക് ചെയ്തല്ലോ. ബാക്കിയുള്ളത് എന്താ? 5 5 5. then ഇവിടെ 3 4 5 3 4 5 then 1 2 3 4 5. ഓക്കെ, നമ്മൾ ഇനി ഇതിൽ വേറെ ഏത് നമ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്കുള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഡിജിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് പറയാം? ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. when we strike 10 digit from the given number.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വെൻ വി സ്ട്രൈക്ക് 10 ഡിജിറ്റ് ഫ്രം ദ ഗിവൺ നമ്പർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.